ഓപ്പണിംഗ് സീനിൽ പൊറൂട്ടോ ടീം അവരാണെങ്കിൽ ആ പൈററ്റ്സിന്റെ ജയന്റ് കപ്പൽ കണ്ട് അങ്ങനെ ഷോക്ക് ആവുകയാണ്. ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയും നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. ഇതാ മെയിൻ വില്ലന്മാരുടെ കപ്പലാണ്. അവർ ഇത്രയും കാലവും ഒരുപാട് ഇന്റൽസും ടെക്നോളജിയും ഒക്കെ അടിച്ചു മാറ്റിയും മോഷ്ടിച്ചു എടുത്തൊക്കെ ക്രിയേറ്റ് ചെയ്ത അവരുടെ ജയന്റ് കപ്പൽ എത്രയും വേഗം അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ആ കപ്പലിലേക്ക് പോയി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. ആ വില്ലന്മാരെ അവരെ കണ്ടെത്തി അവരെങ്ങനെയെങ്കിലും ലോക്ക് ചെയ്യണമെന്ന് പറയും. ഇതാ മറ്റൊരു ഭാഗത്ത് ടെങ്കിയാൻ ടീം അവരാണെങ്കിൽ ആ പ്രധാന മൈനിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ആ മൈനാണെങ്കിൽ മുഴുവനായിട്ടും ഇവന്മാരുടെ ടീം അവർ വളഞ്ഞു കഴിഞ്ഞു. എത്രയും വേഗം മുഴുവൻ ഗോൾഡും അതങ്ങനെ ശേഖരിച്ചെടുക്കാനാണ് അവരുടെ പ്ലാൻ. ആ ഒരു ബിൽഡിങ്ങിലാണ് നമ്മുടെ റിസർച്ച് ടീമും അതുപോലെ തന്നെ ഈ ഐലാൻഡിലുള്ള ജനങ്ങളെയും വർക്കേഴ്സിനെയും സോൾജേഴ്സിനെയും എല്ലാവരെയും ഹോസ്റ്റേജ് ആക്കി വെച്ചിരിക്കുന്നത്. എത്രയും വേഗം അതിൻ്റെ അകത്തേക്ക് കടന്നു ചെന്ന് അവരെ സേവ് ചെയ്യണം. അതിനുശേഷം അവരെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകണം. അതിന് തീർച്ചയായിട്ടും വലിയൊരു കപ്പ് തന്നെ നമുക്ക് ആവശ്യമാണ്. പക്ഷെ വളരെ കെയർഫുൾ ആയിട്ട് വേണം അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ. ആ വില്ലന്മാരുടെ കയ്യിൽ പെട്ടുപോയാൽ തീർച്ചയായിട്ടും അവരെല്ലാവരും ചേർന്ന് നമ്മളെ തന്നെ ലോക്ക് ചെയ്യും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. സോ ആദ്യം അവരെ കൊണ്ടുപോകാൻ പറ്റിയ കപ്പല് അതിവിടെ എവിടെയെങ്കിലും ഉണ്ടോ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ഡെങ്കിയാണെങ്കിൽ അവന്റെ പപ്പടുകൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് തുടങ്ങും. അപ്പം അവൻ കണ്ടെത്തും ദൂരത്തായി അയലാൻഡിനോട് ചേർന്ന് ആ വില്ലന്മാരുടെ വലിയൊരു കപ്പല് അതങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. സോ ഈ ഒരു കപ്പലിന്റെ സഹായത്താൽ അവരെല്ലാവരെയും രക്ഷിച്ച് ഇവിടുന്ന് കൊണ്ടുപോകാമെന്ന് പറയും. പിന്നെ സാറുടെ ആണെങ്കിൽ ഡെങ്കി ടീമിനോട് പറയും നിങ്ങൾ എത്രയും വേഗം ആ ഒരു കപ്പൽ അത് ഹൈജാക്ക് ചെയ്യണം. കപ്പല് നിങ്ങളുടെ കൺട്രോൾ ആയിക്കഴിഞ്ഞാൽ എത്രയും വേഗം ഞങ്ങൾ ആ ഹോസ്റ്റേജുകളെ അവരെ മോചിപ്പിച്ച് കപ്പലിന്റെ അടുത്തേക്ക് എത്തിക്കും. എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് പറഞ്ഞ് അവരിപ്പോ രണ്ട് വഴിയെ പിരിയാണ്. ഇവിടെ ആ ഹോസ്റ്റേജസിനെ കാണിക്കും. അവരെല്ലാവരും ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന ഗോൾഡുകൾ അത് കംപ്ലീറ്റ് കളക്ട് ചെയ്ത് ആ വില്ലന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അതേസമയം ഇവിടെ ബൊറൂട്ടോ ടീം അവരൊരു ചെറിയ ബോട്ട് എടുത്ത് അതിലങ്ങനെ തുഴഞ്ഞ് ആ വലിയ കപ്പലിന്റെ അടുത്തേക്ക് വരും. ആ കപ്പലിന്റെ ഉള്ളിലേക്ക് ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ കയറിപ്പറ്റി ആ വില്ലന്മാരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അത് കളക്ട് ചെയ്ത് അവരെ തകർക്കുക എന്നതാണ് ഇപ്പൊ അവരുടെ ലക്ഷ്യം. ബൊറൂട്ടോ ടീമിനാണെങ്കിൽ നല്ല ഫോഴ്സിൽ കാറ്റടിക്കുന്നതുകൊണ്ട് തന്നെ കപ്പലിന്റെ അടുത്തേക്ക് ഇപ്പൊ അവരുടെ കുഞ്ഞു ബോട്ട് അടുപ്പിക്കാനാവില്ല. ആണെങ്കിൽ കവാക്കിയോട് അവനെ മുകളിലേക്ക് വലിച്ചെറിയാനായിട്ട് പറയും. അത് കേൾക്കേണ്ട താമസം കവാക്കി അവന്റെ കർമ്മ പവർ ഉപയോഗിച്ച് ഒരു പവർ ക്രിയേറ്റ് ചെയ്ത് ബൊറൂട്ടോയെ കറക്കി ആ കപ്പലിലേക്ക് വലിച്ചെറിയും. ബൊറൂട്ടോ ആണെങ്കിൽ കറക്റ്റായി ആ കപ്പൽ വന്ന് ലാൻഡ് ആവും. ബൊറൂട്ടോ ആണെങ്കിൽ ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ അവിടെ കിടന്ന വലിയൊരു കയറ് അതിപ്പോ ബാക്കിയുള്ള നമ്മുടെ ആൾക്കാർക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് ആകുറയും കവാക്കിയും അവർ രണ്ടുപേരും ആ കയറിന്റെ സഹായത്താൽ മുകളിലേക്ക് കയറി വരും. അവർ പതിയെ ആ കപ്പലിന്റെ ഓരോ ഭാഗത്തൂടെ ശബ്ദം ഉണ്ടാക്കാതെ മുഴുവനായിട്ടും വാച്ച് ചെയ്ത് അകത്തേക്ക് കയറാനായിട്ട് ശ്രമിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ ഡെങ്കിയാൻ ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ ഓൾമോസ്റ്റ് ആ ഒരു കപ്പലിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അവയ്ക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ്. ആക്ച്വലി പപ്പടിനെ ഡെലിവറി ചെയ്യാനുള്ള ഒരു ബി റാങ്ക് മിഷനുമായിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. പക്ഷേ എല്ലാം തന്നെ ഇപ്പൊ തലകീഴായി മറിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു മിഷൻ അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത നമ്മൾ ഒരു എസ് റാങ്ക് മിഷൻ കംപ്ലീറ്റ് ചെയ്ത് ലീവ് വില്ലേജിന് തന്നെ വലിയൊരു അഭിമാനമായി തീരും. സോ എത്രയും പെട്ടെന്ന് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയും. മറ്റൊരു ഭാഗത്ത് വില്ലന്മാരുടെ ലീഡറും അതുപോലെ തന്നെ അവന്റെ ശിങ്കടികളും അവരെങ്ങനെ ഹായ് ആയിട്ടിരുന്ന് ഡ്രിങ്ക്സ് കഴിക്കുകയാണ്. ഒരു സോൾജിയർ വില്ലനാണെങ്കിൽ ഓടി വന്ന് ആ മെയിൻ വില്ലനോട് പറയും ലീഫ് വില്ലേജിലെ ഷിനോബികളെ അവരെ കണ്ടുപിടിക്കാനായില്ല. അതിനവൻ ദേഷ്യപ്പെട്ട് പറയും എത്രയും വേഗം എന്ത് വില കൊടുത്തു അവരെ കണ്ടുപിടിക്കണം. എന്റെ മാസ്റ്ററിന് അവരെ എനിക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കണം എന്ന് പറയും. അപ്പോൾ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ മൈൻഡ് ഉള്ളിൽ കാണിക്കും. അവിടെയാണെങ്കിൽ ഒരുപാട് ജനങ്ങളും ലീഫ് വില്ലേജിലെ റിസർച്ചേഴ്സും അങ്ങനെ പേടിയോടുകൂടെ അതിലങ്ങനെ ഇരിക്കുകയാണ്. കട്ട് ചെയ്ത വീണ്ടും ആ കപ്പൽ കാണിക്കും. അവിടെയാണെങ്കിൽ മുഖത്ത് മുഴുവൻ വരയും കുറിയൊക്കെ ആയിട്ട് ഒരു വില്ലൻ. ഇവ മറ്റാരുമല്ല ആ ഒരു ഫാദർ വില്ലൻ, ആളുടെ രണ്ടാമത്തെ മകൻ. അവൻ അവിടേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവരെ തോൽപ്പിക്കുകയാണ്. അതിനുശേഷം അവൻ അവരോട് പറയും എന്റെ ചേട്ടനും പപ്പയും അവർ രണ്ടുപേരും ഭയങ്കര പവർഫുൾ ആണ്. ഇവിടെയുള്ള ഗോൾഡ് മുഴുവൻ ഞങ്ങൾ കളക്ട് ചെയ്ത് ഈ ഒരു ഐലാൻഡ് അത് തന്നെ ഞങ്ങളുടെ കാൽവിരൽ തുമ്പിൽ ഞങ്ങൾ കൊണ്ടുവരും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ബൊറൂട്ടോ ടീം അവരാണെങ്കിൽ ഈ കാഴ്ചയെല്ലാം കണ്ട് കപ്പലിന്റെ ഒരു ഭാഗത്ത് ഇരിക്കുകയാണ്. കാഗുറയാണെങ്കിൽ അവരോട് പറയും റിസൾട്ടിൽ കണ്ട ആ ഫാദർ വില്ലന്റെ രണ്ടാമത്തെ മകനാണ് ഇവനാണ് ഈ ക്ലാനിൽ വെച്ച് ഏറ്റവും ബാഡ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയും. മറ്റൊരു ഭാഗത്ത് ലീവ് ഷിനോബികളെ കണ്ട ഒരു സാധാരണ മനുഷ്യൻ അവനാണെങ്കിൽ ഇപ്പൊ ആ വില്ലന്മാരോട് ആൾക്കാരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് പറയാനായിട്ട് തുടങ്ങും. ഞാൻ അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരാം, പക്ഷേ അത് പറഞ്ഞ എന്നെ വെറുതെ വിടണം. അതിനാ മെയിൻ വില്ലനാണെങ്കിൽ ഓക്കെ പറയും
ഉടനെ അവൻ പറയും, ഹോസ്റ്റേജസ് ആയിട്ട് പിടിച്ചു വെച്ച ഞങ്ങളുടെ ഇടയിൽ രണ്ടുപേരെ ഞങ്ങൾ ശ്രദ്ധിച്ചു. അവര് ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ആളുകളല്ല, അവർ ലീഫ് വില്ലേജിലെ ആളുകളാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറയും. അത് കേട്ട മെയിൻ വില്ലനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഇത് മതി, അവരെ എത്രയും വേഗം കൊണ്ടുവരണം, അവരെ ഉപയോഗിച്ച് ബാക്കിയുള്ളവരെ നമ്മൾ കണ്ടുപിടിക്കുമെന്ന് പറയും. ഇതാ ഇപ്പൊ മൈൻഡ് എൻട്രൻസ് കാണിക്കും. അവിടെയാണെങ്കിൽ ഒരുപാട് സോൾജിയേഴ്സ് അങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. മെയ്റ്റ്സുക നൈസായി അവർക്കിടയിലേക്ക് ആ പാമ്പുകളെ കടത്തി വിടുകയാണ്. അവറ്റകൾ അവിടെയുള്ള ഓരോരോ സോൾജേഴ്സിനായിട്ട് അങ്ങനെ കൊത്തിക്കൊല്ലും. പിന്നീട് സാറയുടെയും പൊറൂട്ടോയും ഒരു ബാക്കിയുള്ള വില്ലൻ സോൾജിയേഴ്സിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പതിയെ പതിയെ ശബ്ദം ഉണ്ടാക്കാതെ അകത്തേക്ക് കയറും. അവർക്കറിയാം ആ ഗ്രാമത്തിലുള്ളവരും ലീഫ് വില്ലേജിലെ റിസർച്ചേഴ്സും അവരെല്ലാവരും ഈ ഒരു മൈനിന്റെ അകത്താണ് ഉള്ളതെന്ന്. മെയ്റ്റ്സിക അവന്റെ പാമ്പിനെ അകത്തേക്ക് അയച്ച് ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യും. എങ്ങനെ അകത്തേക്ക് കയറാം, എത്ര പേരകത്തുണ്ട്, ആ വില്ലന്മാർ സോൾജിയേഴ്സ് അവരവിടെ എത്ര പേരുണ്ട്, അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും മെയ്റ്റ്സിക കളക്ട് ചെയ്ത് കഴിഞ്ഞു. മെയ്റ്റ്സികയാണെങ്കിൽ വീണ്ടും ഒരുപാട് പാമ്പുകളെ അകത്തേക്ക് അയച്ച് ആ സോൾജിയേഴ്സിനെ അങ്ങനെ കൊന്നു തള്ളും. അതിനുശേഷം ആരുടെയും മെയ്റ്റ്സികയും അവർ രണ്ടുപേരും അതിന്റെ ഉള്ളിലേക്ക് വരികയാണ്. അവരെ കണ്ട് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പാനിക്കാവും. അതിന് സാറുടെ പറയും, നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും ലീഫ് വില്ലേജിലെ ഷിനോബികളാണ്, നിങ്ങളെ ഇവിടുന്ന് സേഫായി ഞങ്ങൾ പുറത്തെത്തിക്കുമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകാനുള്ള വഴി അത് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതുമാത്രമല്ല റിസർച്ചേഴ്സിനെ അവരെയും നമ്മുടെ ആൾക്കാർ കണ്ടെത്തും. പിന്നീട് എല്ലാവരെയും പുറത്തേക്ക് ഒരു പ്രത്യേക പാസേജിലൂടെ അവർ കടത്തി കൊണ്ടുവരാണ്. പക്ഷെ അടുത്ത നിമിഷം അവർക്കൊരു വലിയ വെല്ലുവിളിയായി ആ വില്ലന്മാരുടെ ലീഡർ അവൻ അവിടേക്ക് വന്ന് വാട്ടർ സ്റ്റൈൽ ഉപയോഗിച്ച് ഓരോരുത്തരായിട്ട് അങ്ങനെ ലോക്ക് ചെയ്യും. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിക്കും, ഒരു കാരണവശാലും നിങ്ങൾ രക്ഷപ്പെട്ടു പോകാൻ ഞാൻ അനുവദിക്കില്ല. അവരുടെ മെയ്റ്റ്സികയാണെങ്കിൽ നൈസായിട്ട് അവരുടെ ഇടയിലൂടെ ആ വില്ലന്റെ തൊട്ട് പുറകിൽ വരും. അതിനുശേഷം അവളുടെ ശരിങ്ങ കണ്ണ് അതുപയോഗിച്ച് ഒരു ഗെൻജിപ്സ് ക്രിയേറ്റ് ചെയ്ത് അവനെ ലോക്ക് ചെയ്യും. അവനങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുന്ന സമയം അവന്റെ പുറകിൽ ആഞ്ഞടിച്ച് അവനെ മൊത്തത്തിൽ ഇല്ലാതാക്കും. ഇവിടെ മെയ്റ്റ്സികയാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ബാക്കിയുള്ള വില്ലൻ സോൾജിയേഴ്സിനെ അടിച്ച് താഴെയിടും. സാറഡ ഹോസ്റ്റേജുകളെല്ലാം താഴെയുള്ള വഴിയിലൂടെ താഴേക്ക് പറഞ്ഞയക്കും. മറ്റൊരു ഭാഗത്ത് കപ്പലിലാണെങ്കിൽ ബൊറൂട്ടോൺ ടീം അവരോരോ ഭാഗത്തും സ്മോക്ക് ബോംബ് അതൊക്കെ ഇട്ട് പൊട്ടിച്ച് അവരെ ഡൈവേർട്ട് ചെയ്ത് അകത്തേക്ക് വരും. ഇവിടെ അവരുടെ അടിച്ച് താഴെയിട്ട ആ ലീഡേഴ്സിന്റെ വില്ലൻ അവൻ എഴുന്നേറ്റ് നിന്ന് വാട്ടർ സ്റ്റൈൽ ഉപയോഗിച്ച് ഒരു സിഗ്നൽ പാസ് ചെയ്യാണ്. സിഗ്നൽ കൊടുക്കേണ്ട താമസം ബാക്കിയുണ്ടായിരുന്ന വില്ലൻ സോൾജിയേഴ്സ് അവന്മാരെല്ലാവരും അവിടേക്ക് പാഞ്ഞു വരും. ചാരുടെ ആണെങ്കിൽ വളരെ വേഗത്തിൽ ആ ഹോസ്റ്റേജുകളെ എല്ലാം തന്നെ അവര് തയ്യാറാക്കി വെച്ച കപ്പലിലേക്ക് കയറ്റുകയാണ്. ഇവാബയ്ക്കും മെറ്റലിലേക്കും അത് കണ്ട് ഭയങ്കര സന്തോഷം. അവരെല്ലാവരെയും അകത്തേക്ക് കയറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മറ്റൊരു ഭാഗത്ത് ഡെങ്കിയാണെങ്കിൽ കപ്പലിന്റെ എഞ്ചിൻ റൂമിലേക്ക് കയറി പറ്റി അത് സ്റ്റാർട്ട് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ശ്രമിച്ചു കൊണ്ടേയിരിക്കും. ഹോസ്റ്റേജുകളെല്ലാം തന്നെ കപ്പലിലേക്ക് കയറിയതിനു ശേഷം മെറ്റലി അവൻ ഡെങ്കിയെ കോണ്ടാക്ട് ചെയ്ത് എത്രയും വേഗം കപ്പൽ അത് മുൻപോട്ടേക്ക് എടുക്കാനായിട്ട് പറയും. പക്ഷെ ഡെങ്കി ആണെങ്കിൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് കപ്പൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതേസമയം ആ വില്ലൻ സോൾജിയേഴ്സ് അവർ വാട്ടർ സ്റ്റൈൽ ഉപയോഗിച്ച് കപ്പലിലേക്ക് കയറാൻ ശ്രമിക്കും. മെയ്റ്റ്സിക അവനവന്റെ ഫുൾ പവർ എടുത്ത് ആ ഒരു വാട്ടർ സ്റ്റൈലിനെ തകർത്തില്ലാതാക്കും. ഡെങ്കി ആണെങ്കിൽ അൺലിമിറ്റഡ് ഇലക്ട്രിക് പവർ അത് എഞ്ചിനിൽ കൊടുത്ത് കോൾഡ് സ്റ്റാർട്ട് ചെയ്യാണ്. അടുത്ത നിമിഷം എഞ്ചിൻ സ്റ്റാർട്ടായി കപ്പൽ നീങ്ങാനായിട്ട് തുടങ്ങും. വില്ലന്മാരാണെങ്കിൽ കപ്പൽ മൂവ് ആവുന്നത് കണ്ട് അങ്ങനെ ഷോക്ക് ആവാണ്. മെയ്റ്റ്സിക മാക്സിമം ആരും തന്നെ കപ്പലിന്റെ അകത്തേക്ക് കടക്കാതിരിക്കാൻ അവന്റെ പവർ അത് ഉപയോഗിച്ച് കൊണ്ടേയിരിക്കും. അവയാണെങ്കിൽ മെറ്റലിയെ ഹഗ് ചെയ്യും. നമ്മൾ ഒരു വിധത്തിൽ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തെന്ന് പറയും. അതേസമയം ബൊറൂട്ടോ ടീം അവരാ കപ്പലിലുള്ള ഓരോരോ വില്ലൻ സോൾജിയേഴ്സിനായിട്ട് തകർത്ത് മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഇവാബയാണെങ്കിൽ ഛർദ്ദിക്കാൻ വന്ന് അവൻ എങ്ങനെയൊക്കെയോ അവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. അത് കണ്ട ആ പ്രിസൺ ലേഡി അവൾ ഇവാബയെ ചേർത്ത് പിടിച്ച് മെഡിക്കൽ ഗെഞ്ചിപ്സു അതുപയോഗിച്ച് അവനെ ഹീൽ ചെയ്യും. കവാക്കിക്കാണെങ്കിൽ ഞൊട്ടിയിടയിൽ ആശ്വാസം തോന്നും. വാവ്, എൻ്റെ ആ ടെംപ്റ്റേഷൻ അത് മാറിയെന്ന് പറയും. ആണെങ്കിൽ ക്യാഷ്വലായി നമ്മുടെ ആൾക്കാരെ നോക്കി ചിരിച്ച് കടന്നു പോവാണ്. അവരുടെ തൊട്ടു പിന്നാലെ ബാക്കിയും അവരും ഇപ്പൊ ആ മെയിൻ വില്ലന്റെ അടുത്തേക്ക് നടന്നു പോകും. അവരങ്ങനെ നടന്ന് വലിയൊരു സയന്റിഫിക് നിഞ്ച ടൂളിന്റെ അടുത്ത് തന്നെ എത്തുകയാണ്. അവർക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതുപയോഗിച്ച് അറ്റാക്ക് ചെയ്ത വലിയൊരു പ്രദേശം തന്നെ തകർന്നു പോകുമെന്ന്. അതേസമയം മറ്റൊരു ഭാഗത്ത് ഡെങ്കിയാൻ ടീം അവര് ആ കപ്പൽ ഡ്രൈവ് ചെയ്ത് ഹോസ്റ്റേജസുകളെ എല്ലാം തന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ്. കട്ട് ചെയ്ത ഇപ്പൊ കാഗുറയുടെ കപ്പൽ കാണിക്കും. ആ കപ്പലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എപ്പിസോഡിന്റെ തുടക്കത്തിൽ കണ്ട ആ മെയിൻ വില്ലൻ അവനാണെങ്കിൽ ഒരു ബോട്ടിൽ അവിടേക്ക് കാഗുറയുടെ ബോട്ട് അത് ലക്ഷ്യമാക്കി കടന്നു വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.